السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الأمين وعلى آله وأصحابه الفائزين برضا الله أجمعين. أما بعد. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ ഒരു വിശ്വാസി സന്തോഷിക്കേണ്ട ഒരു സുദിനം നമ്മിലേക്ക് കടന്നു വന്നു. പരിശുദ്ധമായ റമളാൻ മാസം നമ്മോട് യാത്ര പറഞ്ഞു. ആ വേദനയിലും പ്രയാസത്തിലും നാം കഴിയുമ്പോഴും അള്ളാഹു സന്തോഷിക്കുന്നതിനു വേണ്ടി ഒരു ദിവസം നമുക്ക് നൽകി എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മതിൽക്കെട്ടുകൾ തകർത്തുകൊണ്ട് ഒരു ആഘോഷം നമുക്ക് അനുവദിച്ചു എന്ന് നാം കരുതി പോകരുത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദുആക്ക് ഇജാബത്തുള്ള ദിവസങ്ങളിൽ ഒന്നാണ്. 30 ദിവസം പകൽ മുഴുവനും അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടന്നു, ഒരു തുള്ളി വെള്ളം പോലും പാനം ചെയ്യാതെ വിചാരങ്ങളൊക്കെ കടിഞ്ഞാണിട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സമർപ്പണം നടത്താൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ റബ്ബുൽ അലീമായ പടച്ചവന് വേണ്ടി നാം എന്തിനും തയ്യാറാണ് എന്നും എന്തും സമർപ്പിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് എന്നും ഈ 30 ദിവസത്തെ രാവും പകലും കൊണ്ട് നാം തെളിയിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൽ പരോക്ഷമായി ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. രാവിലെ മുതൽ നൂല് നൂൽക്കുകയും ആ നൂല് നൂറ്റതിനു ശേഷം അതിനെ പിരിച്ചുവിടുകയും ചെയ്യുന്ന, അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ പേര് പരാമർശിക്കാതെ വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഥയിൽ നാം വായിച്ചിട്ടുള്ളതുപോലെ നാറാണത്തു ഭ്രാന്തനെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് നൂറ്റതിനു ശേഷം ആ നൂല് അഴിച്ചുവിടുന്ന ഒരു സ്വഭാവം. 30 ദിവസക്കാലം നാം നേടിയെടുത്ത ഈമാനികമായ ആത്മീയമായ ചൈതന്യം അത് ഇനിയുള്ള ദിവസങ്ങളിൽ നാം നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിക്കേണ്ടത് നമുക്ക് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖദ് അഫ്ലഹ മൻ തസക്ക, തസ്കിയത്ത് നടത്തിയവൻ വിജയിച്ചിരിക്കുകയാണ്, ആത്മസംസ്കരണം നേടിയവൻ വിജയിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ തസ്കിയത്ത് അത് വ്രതം തന്നെയാണ്. കാരണം വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ തീന്മേശയിൽ ഉണ്ടാകുമ്പോഴും ആരുടെയും നോട്ടമോ ആരുടെയും നിയന്ത്രണങ്ങളോ ഒന്നുമില്ലാതെ ബാങ്കിന്റെ സമയമാകുന്നതുവരെ ആ ഭക്ഷണപാനീയങ്ങളിലേക്ക് നോക്കി അള്ളാഹുവിന്റെ കൽപ്പന വരുമ്പോൾ മാത്രമേ ഞാൻ അതിൽ നിന്ന് ഭക്ഷിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്ത ഒരു വിശ്വാസി, ആ വിശ്വാസി സ്വയം തസ്കിയത്തിൽ അഥവാ ആത്മസംസ്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ 30 ദിവസക്കാലം അവൻ അതിനു മുമ്പ് ചെയ്തത് മുഴുവനും ഒഴിവാക്കി. ദേഷ്യക്കാരനാണെങ്കിൽ പോലും ആരോടും ദേഷ്യപ്പെടാതെ, കളവ് പറയുന്നവനാണെങ്കിൽ പോലും ആരോടും കളവ് പറയാതെ, പാപങ്ങളിൽ മുങ്ങി താണുപോയവനാണെങ്കിൽ പോലും ഒരു പാപവും ചെയ്യാതെ, ജീവിതത്തിൽ നിർബന്ധമായ നമസ്കാരം പോലും നിർവഹിക്കാത്തവർ ഐച്ഛികമായ നമസ്കാരം പോലും ഒഴിവാക്കാതെ ഈ 30 ദിവസക്കാലം സൂക്ഷിക്കുകയുണ്ടായി. ഇത്രയും തസ്കിയത്ത് നടത്താൻ റമളാനിലല്ലാതെ, നോമ്പിനല്ലാതെ പിന്നെ വേറെ എന്തിനാണ് കഴിയുക? ശേഷം അല്ലാഹു പറയുന്നുണ്ട്, വദക്കറ സ്മ റബ്ബിഹി, അവൻ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നോമ്പ് കഴിയുമ്പോൾ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് റബ്ബിനെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഫസ്വല്ല, അവൻ പെരുന്നാൾ നമസ്കാരത്തിൽ ഏർപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് 30 ദിവസത്തെ റമളാനെ ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന വാക്കിലൂടെയും വദക്കറ സ്മ റബ്ബിഹി ഫസ്വല്ല എന്ന വാക്കിലൂടെ പെരുന്നാൾ ദിവസത്തെയും അല്ലാഹു പരിചയപ്പെടുത്തുമ്പോൾ ബാക്കി 10 മാസവും
29 ദിവസവും, അഥവാ 11 മാസക്കാലത്തിൽ ഒരു ദിവസം പെരുന്നാളിന് വേണ്ടി മാറ്റിവെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളെ പറ്റി അള്ളാഹു പറഞ്ഞത് ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ഇത്രയും വലിയ സംസ്കരണം നേടി തക്ബീർ ധ്വനികളോടെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദിൽ വീണെങ്കിൽ നിങ്ങൾ വീണ്ടും ദുനിയാവിൻ്റെ ലഹരിയിൽ, ദുനിയാവിൻ്റെ ശീതളിമയിൽ നിങ്ങൾ വശംവദരായി മുങ്ങി താണു പോകരുത്. അങ്ങനെ നിങ്ങൾ ചെയ്തു പോവുകയാണ്. പക്ഷെ ഒന്നോർക്കണം, വൽ-ആഖിറതു ഖൈറുൻ വ അബ്ഖാ, എന്നെന്നും ശേഷിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ദിവസം അത് പരലോക ദിവസമാണ്. ആ ആഖിറം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പെരുന്നാൾ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ഇതുവരെ ആർജിച്ചെടുത്ത ഈമാനികമായ ചൈതന്യം ചോർത്തിക്കളയാനുള്ള ഒരു ദിവസമായി, ആഘോഷമായി നാം മനസ്സിലാക്കരുത്. കൂടുതൽ ദുആക്ക് പ്രതിഫലം ലഭിക്കുന്ന, ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസമായി മനസ്സിലാക്കുകയും 30 ദിവസക്കാലത്തെ നമ്മുടെ ത്യാഗത്തിന് കൂലി ലഭിക്കുന്ന, അതുകൊണ്ടാണ് ഈദുൽ ഫിത്ർ സക്കാത്ത് വീടുന്നത് വരെയും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടില്ല. ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് പെരുന്നാൾ പിറ ദൃശ്യമാകുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ദിവസം അല്ലാഹു നമുക്ക് നൽകിയത് 30 ദിവസത്തെ വേതനം വാങ്ങുന്നതിനും ദുആ ചെയ്ത് ഉത്തരം നേടുന്നതിനും, അതുപോലെ ഈ കഴിഞ്ഞുപോയ എല്ലാ ദിവസങ്ങളിലും നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള ഒരു ചെറിയ പട്ടിണി എന്ന് പറയുന്ന ഒരു ചെറിയ പരീക്ഷണം അത് അവസാനിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഈ ദിവസം നോമ്പ് പിടിക്കൽ ഹറാമാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ട് വരൽ സുന്നത്താണ് പള്ളികളിൽ. അങ്ങനെ നമുക്ക് അല്ലാഹു നൽകിയ അനുവദനീയമായ ഒരു ദിവസമായി മനസ്സിലാക്കി നാം ഈ പെരുന്നാളിനെ ആഘോഷങ്ങളിൽ മതിമറന്നു പോകാതെ ഒരു ഇബാദത്തായി പരിഗണിക്കുക. ഒപ്പം മഹാമാരിയിൽ മരണപ്പെട്ടുപോയ മനുഷ്യർക്ക് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട്, ശേഷിക്കുന്ന ലോകം മുഴുവനും ഭീതിയിലായിപ്പോയ ഈ ഒരു അവസ്ഥ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി നമുക്ക് അനുഗ്രഹീതമായ നല്ല നാളുകൾ സമ്മാനിക്കുന്നതിനു വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാനും, ഫലസ്തീനിലെയും സമാനമായി പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരപരാധികളുടെ മോചനത്തിനും അവരുടെ നീതിക്കും വേണ്ടിയുള്ള ഐക്യദാർഢ്യവും പോരാട്ടവുമായി നാം ഈ പെരുന്നാൾ ആഘോഷത്തെ പ്രാർത്ഥന കൊണ്ട് നിർഭരമാക്കണം എന്ന് ആത്മാർത്ഥമായി എന്നോടും നിങ്ങളോടും ഉപദേശിച്ചുകൊണ്ട്, വസിയത്ത് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ചെറുപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.